മുൻമന്ത്രി ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ കേസിൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റി. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. മനീഷ് മഹിപാൽ നൽകും വിശദാംശങ്ങൾ. മനീഷ്, വിവരങ്ങൾ. നേരത്തെ നെടുമങ്ങാട് കോടതി മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു ഈ കേസിൽ 3 വർഷം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ഒപ്പം തന്നെ 3 വർഷം തടവ് ശിക്ഷയ്ക്ക് മുൻ മന്ത്രി ആന്റണി രാജുവിനെ ശിക്ഷിച്ചത്. ആ ശിക്ഷ മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ കോടതിയെ സമീപിച്ചിരുന്നു. ആ ശിക്ഷാവിധി മരവിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ നിയമസഭാ അംഗത്വം നിലനിർത്തുകയോ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കേസിൽ നിന്ന് ഊറ്റുക എന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപ്പീലിന്റെ ഉപഹർജി ആന്റണി രാജു സമർപ്പിച്ചതും അതിന്റെ വാദം കഴിഞ്ഞു. ഇന്ന് അതിന്റെ വിധി പറയാനുള്ളതായിരുന്നു. നാളത്തേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഏറെ നിർണായകമാണ് ആന്റണി രാജുവിനെ സംബന്ധിച്ച് ഇതിന്റെ വിധി. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഈ വിധി ശിക്ഷയും ഒപ്പം തന്നെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളതും ശിക്ഷാവിധിയും റദ്ദാക്കപ്പെട്ടാൽ ആന്റണി രാജുവിന് വരാൻ പോകുന്ന മത്സരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കും. ഇനി ഒരുപക്ഷെ അതല്ല ആ നിലവിൽ തന്നിട്ടുള്ള ഉപഹർജി തള്ളുകയാണെങ്കിൽ ആന്റണി രാജുവിന് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല അടുത്ത 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല. കാരണം 3 വർഷമാണ് തടവ് ശിക്ഷ. 3 വർഷം കഴിഞ്ഞാലും 6 വർഷത്തേക്ക് ആ ശിക്ഷാവിധിയുടെ അതായത് അയോഗ്യത 6 വർഷം കൂടി തുടരും. അങ്ങനെയെങ്കിൽ അടുത്ത 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ആന്റണി രാജുവിന് മത്സരിക്കാൻ കഴിയാത്തത് രാഷ്ട്രീയമായി തന്നെ വലിയ അപജയം, അങ്ങനെ വലിയ തിരിച്ചടി ആന്റണി രാജുവിന് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഏറെ സങ്കീർണ നിർണായകമായിട്ടുള്ളതാണ് ആന്റണി രാജുവിന്റെ വിധി. ഈ കേസിൽ നിന്ന് സംഭവം നടക്കുന്ന 1990-ലാണ്. അന്ന് തിരിമറി നടത്തിയത് ആന്റണി രാജു മയക്കുമരുന്ന് കേസിലെ പ്രതി കൊണ്ടുവന്ന തൊണ്ടി മുതൽ വ്യാജമായി കൃത്രിമമായി ചമച്ചതിന്റെ പേരിലായിരുന്നു അന്ന് ആരോപണം നേരിട്ടത്. പിന്നീട് അത് ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി CBI അറിയിക്കുകയും CBI പിന്നീട് കേരള പോലീസിനെ അറിയിക്കുകയും അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നെയാണ് നെടുമങ്ങാട് കോടതി ആന്റണി രാജു കുറ്റക്കാരനെന്ന് വിധി പ്രസ്താവിക്കുകയും 3 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തത്. മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.